ഹായ് എവ്രി വൺ. ഇന്ന് രാവിലെ എണീച്ച് ഓക്കെ, അതായത് ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്നേഹം ചിത്തുബായും പഞ്ഞിക്കിടും വണ്ടി കയറി കഴിഞ്ഞാൽ. രാവിലെ നീച്ച് എന്ന് പറയുമ്പോൾ രാവിലെ 8 മണി 9 മണിയാകുമ്പോൾ നീച്ചിട്ട് കോഫി ക്രീം കോട്ടക്കലിൽ ചെന്നിട്ട് നമ്മുടെ ഷെഫ് വിനോദ് ഭായ് ഉണ്ടാക്കിയ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ സമയം 10:16 ഞാൻ ഇപ്പം നീച്ച് ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. വന്ന ടൈമിൽ തന്നെ എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, HDFC ബാങ്ക്. സോ അവിടെ പോകണം. 10 മണിയാകുമ്പോൾ ബാങ്ക് ഓപ്പൺ ആവുമല്ലോ. ശരിക്കും ഞാൻ അങ്ങനെ നീച്ചതാണ്. സ്നേഹിക്കും ചിത്തുബായിക്കും അറിയില്ല. ഇനിയിപ്പോൾ അവരോട് ആ ഒരു എക്സ്ക്യൂസ് പറയണം, അല്ലെങ്കിൽ ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ ഇത് കൂടെ ഇപ്പോൾ എന്നുള്ളത് അങ്ങനെ കണ്ടുപിടിച്ചോട്ടെ. എന്നാലും വിഷയമൊന്നുമില്ല. എന്താണെങ്കിലും വൈകിപ്പോയി. ഇന്നലെ നട്ടപ്പാതിര 2 മണി 2:30 വീട്ടിൽ കയറിയത്. അയ്യോ, റസ്മിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റസ്മിൻ ഇന്നും അവിടെ കാണും കോഫി ക്രീമിൽ. അവിടുത്തെ ബ്രിസ്ക്കറ്റ് പ്ലസ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. കോട്ടയ്ക്കൽ കോഫി ക്രീമിലാണ്. പിന്നെ നമ്മുടെ ഫുഡ് എപ്പിക്യോർ ഉണ്ട്, നിഹാൽ. അപ്പോൾ നിഹാലും അവിടെ കാണും. സോ എല്ലാവരും കൂടി ജിത്തുബായി, സ്നേഹ, ഞാനൊക്കെ പോയിട്ട് വയറ് നിറച്ച് കഴിച്ച്, അതായത് ഒരു പുതിയൊരു സാധനം കഴിക്കാൻ പോകും. ഞാൻ അതിലായിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഞാൻ ബിസ്ക്കറ്റ്സ് കഴിച്ചിട്ടില്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. പുറത്തേ പോകാതെ ഞാൻ എന്ത് കഴിക്കാനായിട്ട്? പുറത്തു പോയാലേ കഴിക്കാൻ പറ്റൂ, വേറെ ഔട്ട്സൈഡ് ഇന്ത്യ പോകുമല്ലോ. അപ്പം എന്നാലും ഞാൻ കഴിച്ചിട്ടില്ല. മൈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സംഗതി. അപ്പോൾ എന്താണെങ്കിലും അവരെ ഇനിയിപ്പോൾ സ്നേഹൻ്റെ വീട്ടിൽ പോയി സ്നേഹനെ എടുക്കണം, അത് കഴിഞ്ഞിട്ട് ജിത്തുബായിനെ എടുക്കണം, ആദ്യം ബാംഗ്ലി സാധനം അയക്കണം, എന്നിട്ട് പോയിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ബ്രിസ്ക്കറ്റ് മേടിക്കണം. അപ്പോൾ ഇന്നത്തെ ഡേ അതിലാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി വഴിയെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ബ്രിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് രാവിലെ തന്നെ വലിയൊരു മൂഞ്ചൽ കിട്ടി. സ്നേഹം വരില്ല, സ്നേഹയ്ക്ക് ജോലി തിരക്കായതുകൊണ്ട് സ്നേഹമില്ല. ജിത്തുബായി ഉണ്ട്, സ്നേഹമില്ല. ബ്രിസ്ക്കറ്റ് കഴിക്കാൻ നേരത്ത് സ്നേഹമില്ലാത്തതിൽ ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ ബ്രിസ്ക്കറ്റ് കഴിച്ച് സ്നേഹയ്ക്കും കൂടി ഉള്ളത് കഴിച്ചിട്ട് ഞങ്ങൾ തീർക്കും. സ്നേഹം ഞങ്ങളെ പറ്റിച്ചതല്ല, ഞങ്ങൾ സ്നേഹം പറ്റിച്ചാണ്. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ സ്നേഹനോട് ബ്രിസ്ക്കറ്റ് കഴിക്കാൻ പോണ കാര്യം എപ്പോഴാണ് പറഞ്ഞത്? എനിക്ക് ഓള് ഇയർഫോണിൽ മീറ്റിങ്ങിലിരിക്കുമ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞത് എന്താ അറിയോ? ഓളൊന്നും കേട്ടില്ല, അതുകൊണ്ട് വിളില്ല, അതുകൊണ്ട് ഞങ്ങൾ പോട്ടെ. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്കൽ കോഫി ക്രീമിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഓൾറെഡി മറ്റേ റസ്മിൻ ഭായും ടീമും ഫുഡ് കഴിക്കുന്നുണ്ടാവും. നിങ്ങൾ 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. 12 മണിക്ക് ചോറ് ബ്രേക്ക്ഫാസ്റ്റ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാറ്. എന്തൊക്കെയാണെന്ന് പറയും? പുട്ട്, കടല, ദോശ, ചമ്മന്തി. ഞങ്ങൾ ഇംഗ്ലീഷുകാരെ ശീലാണ്. ഞങ്ങൾക്ക് പുട്ട്, കടല, ദോശയൊക്കെയാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഓട്ടെ, ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കേണ്ടത് ഇതായിരിക്കണം അവിടെ അവരവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും അവരെ കൂട്ടത്തിൽ പോയി ചേർന്ന് നോക്കട്ടെ. ബാക്കി വരുന്ന വഴിക്കാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന ബിരുദന്മാരാണ്. യോ അല്ല, ഉച്ചയ്ക്ക് 12 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാ. നോക്കട്ടെ, കൊല്ലു എൻ്റെ ഭാഗ്യം. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതാണോ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സാധനം? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 20% ഇവിടെ ഉള്ളൂ, 80% ഇന്റർനാണ്. ജിത്തുബായ്, ഇംഗ്ലീഷ് അത് നിങ്ങൾ കഴിച്ചാലല്ലോ, എനിക്ക് വേറെ ഏത് സംഗതി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ വേറെ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ള് മറ്റേ ഇന്നലെ രാത്രി കഴിച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ല, പച്ചവെള്ളം കുടിച്ചിട്ടില്ല. സത്യം കഴിച്ചിട്ടില്ല. ഞാൻ ഫുൾ വയറ് കാലിലേക്ക് പോകുന്നതാണ്, ഉറപ്പാണ്. ഇന്നലത്തെ പോലെയല്ല, പിടുത്തം വിട്ട തീറ്റയാവും. ആദ്യമേ പറയുന്നത് നല്ല വിശപ്പുണ്ട്. അത് ശരിക്കും അറിയാത്തോണ്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ ഇത്രയും ആക്കുള്ള ചിലപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ സീനുണ്ട്. ഓക്കെ, സാധനങ്ങൾ വരട്ടെ. ബ്രോ
അമ്പാൻ സുഖല്ലേ? ദിസ് ഈസ് അമ്പാൻ. അമ്പാന്റെ കളികൾ നിങ്ങൾ ഈ വീഡിയോയില് അമ്പാൻ ഫ്രം കോഫി ഗ്രീൻ. അമ്പാന്റെ കളികൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോണതേ ഉള്ളൂ. ഇതുപോയി അമ്പാനെ നോട്ട് ചെയ്ത് വെച്ചോ. നോട്ടറല്ലേ? ഫുഡ് തരട്ടെ. ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് പോരട്ടെ. മീനും യോഗട്ടും കഴിച്ചാൽ പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നമ്മുടെ വയറിനകത്ത് കഴിഞ്ഞാൽ അതിനൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട എല്ലാ പരിപാടികളും ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഭയങ്കര ബ്രില്യൻ്റ് ആണ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അത് സത്യം, അത് സത്യം. നമ്മളെ ബ്രെയിനൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് സ്റ്റൊമക്കിൽ പല കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വയറ് ശരിയല്ലെങ്കിൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം. വയറ് വെക്കുകയാണെങ്കിൽ എല്ലാം വെക്കണം. ബെനഡിക്ട് എടുക്കണം. ബെനഡിക്ട് Pulled beef Benedict. ഇല്ല Breakfast platter. French American breakfast. American. ഹലോ, പുട്ട്, കടല, ബീഫ്, പൊറാട്ട എന്നല്ലാതെ ഈ സാധനത്തിന്റെ ABCD ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല. അമേരിക്കൻ Go for costly അതുകൊണ്ട് breakfast. ഇതൊന്നും പറയാൻ Costly breakfast. അതെ, ഞാൻ മറ്റേ ഇതിന്റെ മറ്റേ ആയാത്തിലോ മാരീഡിലൊക്കെ പോകുമ്പോ മറ്റേ രാവിലെ ഇതൊന്നും എടുത്ത് തിന്നാൻ പറ്റാത്തതുകൊണ്ട് ആലക്കാട്ട് വന്ന് തിന്നണ മനുഷ്യനാണ്. അപ്പൊ പിന്നെ നിങ്ങളുടെ രീതി അറിയാതെ തിന്നുന്ന രീതി അറിയാം. സീരിയസ് ആയിട്ട് നിങ്ങളുടെ രീതി അറിയാൻ തന്നെയാണ് ഉള്ള കാര്യം പറയാലോ. അപ്പൊ പിന്നെ ചിലതിന് രീതിയുണ്ട്. എനിക്ക് വെറുതെ ഞാൻ എന്തിനാ ശിവന്റെ അമ്പലത്തിൽ പോകാൻ പേടിയാണ്. ഞാൻ അമ്പലത്തിലേ പോകാറില്ല. എനിക്കറിയാം, ഞാൻ പോകില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് രീതി എനിക്ക് അറിയില്ല. എനിക്ക് അമ്പലത്തിൽ പോയി ഭയങ്കര ടെൻഷനാണ്. എനിക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമല്ല, ദൈവങ്ങളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോകാറില്ല. പള്ളി പോകാറില്ലല്ലോ. അതന്നെ, ഞാൻ തന്നെ എന്റെ ദൈവം, വേറെ ഒന്നും നോക്കണ്ട. മനുഷ്യന്മാരല്ല, ഞാൻ എന്റെ ദൈവം. ഞാൻ എനിക്ക് സ്വയം ദൈവം, അത്രേ ഉള്ളൂ. ദൈവമേ ഇല്ല, ആ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഞാനാണ്. എനിക്ക് ഞാൻ രാവിലെ എനിക്ക് ഒരാളെ ചിരിച്ചെങ്കിൽ തിരിച്ചിരിക്കും, ഒരാളെ പോയി അടിച്ചെങ്കിൽ അടി കിട്ടുമല്ലോ. അപ്പൊ ഞാൻ തന്നെ അതായത് നേരത്തെ ഷെഫ് പറഞ്ഞില്ലേ ഇത് കഴിക്കാൻ ഒരു രീതി ഉണ്ട് എന്നുള്ളത്, അതില്ലാതെ ഞാൻ കഴിക്കാൻ ഇതൊക്കെ വലിച്ചു വരുത്തില്ല. ഉറപ്പാണ് ആ കാര്യം. വെറുതെ വേണ്ട വേണ്ട തുടക്കം തന്നെ അങ്ങനെ കഴിച്ചാൽ ആ രീതിക്ക് വെച്ചത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണണം. ഒരു കാപ്പി ഒരു കോഫി കിട്ടുമോ? മിസ്റ്റേക്ക് എന്താ പറയുക, എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും ഒരു ഷെഫിനെ നല്ല ഫുഡ്. അതെ, ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് അവര് മാനസികമായി തളർത്താൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം തരാതിരിക്കുന്നത്. അപ്പൊ അവിടെ ഷെഫിനെ കിട്ടിക്കഴിഞ്ഞു. ഇപ്രാവശ്യം അൻസിബ നല്ല ഷെഫായിരുന്നു. ഞാൻ ഒരു ഹോസ്റ്റലിൽ ജാൻമണി അൻസിബേനാണ് അവർ പറയുന്നത്. ഞാൻ പുറത്ത് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് അവർ നേരെ എന്നെ അവിടെ കൊണ്ടുപോയി ഓഫീസിൽ ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ച് എന്തിനാ വീട്ടിലേക്ക് ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകണേന്ന് ചോദിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ ചത്ത ഫുഡാണ്, എനിക്ക് വേണ്ട, അണ്ണന്മാരെ ഇഡ്ഡലിയും മറ്റേ അപ്പം എനിക്ക് ഇഷ്ടമായിട്ടില്ല. വീട്ടിനകത്തോന്ന് വെച്ചു. പിന്നെ അത് നല്ല ഫുഡാന്ന് പറഞ്ഞു. അതിൽ അവർ എടുത്ത് വായിക്കാൻ അത് നല്ല ഫുഡാണ്, അൻസിബ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവന് സങ്കടമാണ് അത് പറയുമ്പോൾ. അതായത് അൻസിബ നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, അതിനാണ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോഴാണല്ലോ നമ്മൾ ഒന്നും കൂടി നമ്മൾ വയലന്റ് ആവണം, ഇറിറ്റേറ്റഡ് ആവണം. അതാണ് അവരുടെ ആവശ്യം. അത് ആദ്യം മനസ്സിലാക്കിയോണ്ട് ഞാൻ കട്ട് തിന്നാൻ തുടങ്ങി. നല്ല രീതിയിൽ കട്ട് തിന്നു. ഈ കട്ടൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ, ഇവള് കളവിന്റെ ഭാഗമായിട്ടില്ല. എപ്പോ സത്യം പറ ടണൽ റൂമില് ബൾബിൽ ഞാൻ അപ്സര, ഗബ്രി, അർജുൻ, ഞങ്ങൾ 4 പേര് കുക്കിംഗ് ടീമായിരുന്ന സമയത്ത് ജാൻമണിയോ ആരോ മറ്റേ ശ്രീരേഖ ചേച്ചി മുട്ട എടുത്തു തരും. 19 മുട്ട, അതായത് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു തരും. 19 മുട്ട എടുക്കും. ഞങ്ങൾ അതിൽ നിന്ന് 4 മുട്ട മാറ്റിയിട്ട് ബാക്കി മുട്ട വെച്ച് മുട്ട പൊരിച്ച് ബാക്കി മുട്ട ഞങ്ങൾ പുഴുങ്ങി കഴിക്കും. ടണൽ റൂമിലെ ലൈറ്റിന്റെ ഉള്ളിൽ വെച്ച 2 മുട്ട അത് ഞങ്ങളല്ല, അതിന് ഞങ്ങളല്ല ഉത്തരവാദിത്തം, നിങ്ങളല്ല. അപ്സര ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങള് മാത്രല്ല കളവ്, എല്ലാരും കട്ടിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കളവിന്റെ ടീം വന്നപ്പോ ഞങ്ങളെ പേര് മാത്രം. ഏത് അടിച്ചു പോലും കുഴപ്പമൊന്നുമില്ല.
ഞാൻ കൊണ്ട് വയ്യ ഇനി കട്ട് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഞാൻ വലിയ ബ്രിസ്ക്കറ്റ് ഇവിടെ വെച്ച് കട്ട് ചെയ്തത് സ്ലൈസ് ചെയ്ത്. ഉച്ചക്ക് ഉച്ച മീൻസ് ഇപ്പൊ 12 സമയത്ത് കുഴപ്പമില്ല പോന്നോട്ടെ. 1:30 കുഴപ്പമില്ല. നോ വറി. നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴേക്കും അതുകൊണ്ട് ഞാൻ അധികം ആക്ച്വലി കുറേ സാധനം തരാത്തതാണ്. അത് തന്നെ ബ്രിസ്ക്കറ്റിന് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ കാരണം ഇത് വയറ് ഫുള്ളായി കഴിഞ്ഞാൽ ഇതിന് ബിസ്ക്കറ്റ് ഞാൻ ലോകത്തിൽ എത്ര നല്ലതെന്ന് ഇഷ്ടപ്പെടില്ല. ഞാൻ ഓൾറെഡി ഫുള്ളായി. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും പറയും ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇടയ്ക്ക് ട്രോള് മാത്രം പറയാനുള്ളൂ. അങ്ങനെ തനിച്ചിങ്ങനെ ഇരിക്കും. അതെനിക്ക് തോന്നുന്നത് അറിയോ, ബിഗ് ബോസ് പോയി വന്നപ്പോഴത്തേക്ക് ഞാനതിന് പണ്ട് ഇങ്ങനെ ഇരുന്നേ. ഞാൻ കുറെ വർദ്ധനം പറയാൻ തുടങ്ങിയപ്പോ അയാൾ ഇങ്ങനെ പോയി ഒന്നുണ്ട്. പക്ഷെ ഇങ്ങനെ അല്ലട്ടാ, ഇങ്ങനെ ആകെ അതെ ചിത്തുബായ്. എന്താ മുണ്ടാത്തേന്ന് എന്നെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത വൈഫാണ്. യെസ്, മോയാണ് ഓളം. ഞാൻ പുറത്തിറങ്ങി എന്നെ ട്രോളാൻ പറ്റില്ലല്ലോ. അപ്പൊ മാക്സിമം അതിനകത്ത് ട്രോൾ ചെയ്ത. അതെ, നമ്മളെ സാധനം തന്നു. എനിക്ക് ഒരു ഡൗട്ട്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോ പോച്ച്ഡ് എഗ്, അതാണ് ഈ സാധനം. സ്ക്രാമ്പിൾഡ് എഗ്, പോച്ച്ഡ് എഗ് ബർഗർ, അതാണ് സാൻഡ്വിച്ച്. അല്ല, ആ ഡൗട്ട് നമ്മൾ നടന്നു തീർത്താണല്ലേ. കണ്ട ബർഗറാണ്. പേര് കൊടുത്ത പറയാൻ പറ്റില്ല. പേര് കൊടുത്ത പ്രശ്നം. സാധനം റെഡിയായോ? ഇത് വയറിനോട് പറയാൻ പറ്റില്ല. വയറിനോട് പറഞ്ഞു ഞാൻ നിർത്തി. വയറിനോട് പറയാൻ പറ്റില്ല. ഇവിടെ ഇരുന്ന് കഴിച്ചെന്താ പ്രശ്നം അറിയോ? സുഖം കിട്ടില്ല. നമുക്ക് അവിടെ പോവാം, കസാലയിൽ പോയി ഇരുന്ന് കഴിക്കണം. ഇതിനകത്ത് ഇരുന്നാലേ വയറ് പെട്ടെന്ന് ഫില്ലായി പോകും. ഇന്നലെ കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ബിസ്ക്കറ്റും കൂടി കഴിച്ചിട്ട് ഞാൻ റെസ്റ്റ് എടുക്കും. എന്തോ ഒരു സാധനം ലോക്കായിട്ടോ, എവിടെയോ എന്തോ ലോക്കാവുന്നുണ്ട്. അത് പുറമാണ്, കുഴപ്പമില്ല. ഇനി ലോക്കാവുന്നില്ല. ബാ ഇരിക്കും. നമ്മളിപ്പോൾ വരും. നമ്മുടെ മൂന്നാമത്തെ ഒരു പാർട്ട്ണർ. ഹായ്. Come on, Amban, start. Hi, by the way, beef bacon creamy cheesy bagel sandwich. Okay. Here you go. Thank you. ഇത് മുറിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൈയിട്ട് വരി തിന്നും. അതിന് നല്ലത് കട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ തനി സ്വഭാവം പുറത്തു വരും. കേരളല്ല, തനി മലപ്പുറവും കൂതറ തീറ്റയും. ഇത് തിന്നാൻ ഒരു രീതി ഉണ്ടെന്നാണ് ഷെഫ് പറഞ്ഞത്. അപ്പം അങ്ങനെ തന്നെ ഉണ്ട്. 2 പീസാക്കി പറയാം. കണ്ട 4 പീസാക്കിയത് അതല്ലേ. നെക്സ്റ്റ്. Here is your American platter. അമേരിക്കൻ പ്ലാറ്റർ. Yes. ഓക്കെ, താങ്ക് യു. Welcome, sir. ഇത് ഡിഫറെൻ്റ് ആട്ടോ. അത് ഇതല്ലേ രശ്മി ഇതിൽ പറഞ്ഞിട്ട് എന്തൊക്കെയുണ്ടെന്ന്. പറയൂ. ഓക്കെ, നമ്മളടുത്ത് അമ്പാൻ തുറസി. യെസ്, shall I? Yeah. Baked beans, the salted mushroom with ash brown omelette. ഇതെന്താ വാടാ? Ash brown. അത് Potato vegetable, Oh. potato patty, sausage, beef bacon, vegetable, tomato. Hello. That's it. Here you go. ഓക്കെ. Cheers, everybody. അപ്പം എന്നാ ആദ്യം തന്നെ സോറി ബേക്കൺ 2 പീസാക്കി. ബീഫ് ബേക്കൺ അടിപൊളി. ഇതോ ഈ കട്ടയും ഞാനോ? കിട്ടില്ല. ഞാൻ കട്ട് ചെയ്യണോ? കട്ടയും കിട്ടില്ല. കട്ടയും കിട്ടില്ല. കട്ട ഇഷ്ടംപോലെ നോക്കണേ. എല്ലാം അയ്യോ, എന്റെ കോപ്പിക്ക് എന്തോ സാധനം പോലെ. എന്ത് പേരിലുള്ള ഇൻസ്റ്റാഗ്രാമിലെ
കാരണം എനിക്ക് നിങ്ങളെ ഇവരുടെ വീഡിയോയിൽ കൂടെ അറിയാം. ക്യാമറ വെച്ചാൽ ഓഫാക്കി വെച്ച് തിന്നണ്ടായിരുന്നു. ക്യാമറ വെച്ച് തിന്നു കഴിഞ്ഞാൽ പണി പാടും. ജിതേഷ് എന്നാ ഞാനേ അതെന്താ Pineapple juice. ജിതേഷ് അതോ പൈനാപ്പിൾ ജ്യൂസ് ഇത് നല്ല ടേസ്റ്റ് എന്താ High protein berry smoothie. ആ ഓക്കെ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അവിടുന്ന് കിട്ടിയ റിവ്യൂ. ആണോ? ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഫുഡ് കഴിക്കുന്നത് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ. എന്നോട് ഒരു ക്യാമറയും ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ തീറ്റി നടക്കണില്ല. എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. സോറി. കേക്ക് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, കൂട്ടത്തിൽ സാധനങ്ങൾ ഓരോന്നായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതൊരു കേക്കേണ്ട ചർച്ചയായിരുന്നു. തീറ്റയുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. കഴിക്കുന്ന സാധനത്തിൻ്റെ ഒക്കെ പേര് വായിൽ വരാത്തതുകൊണ്ട് അതിൻ്റെ പേര് പറയുന്നില്ല. ഭയങ്കര ടേസ്റ്റാണ്. ഹലോ, നിങ്ങളെന്തായാലും കഴിച്ചോ? ഷെഫ് പറഞ്ഞിട്ടുണ്ട്. അതേ ഷെഫിനെ പറഞ്ഞിട്ടുണ്ട് കാലറി ഇറങ്ങി പോകുന്നു. അത് കേട്ടില്ലേ? വർക്കൗട്ട് ചെയ്യണം. ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് ആ ടേബിള് വളരെ മോശവും ശോകമാണ്. റസ്മിൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല. വെരി ബാഡ്. ഒന്നും കഴിച്ചില്ലല്ലേ? ഇല്ല, എല്ലാം ബാക്കിയാണ്. വെരി ബാഡ്. ആ ടേബിൾ വളരെ മോശം. ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പക്ഷേ ഞാൻ വേറെ ആരെയും മനസ്സിലാക്കിയാലോ എന്ന് വെച്ചിട്ട് പറയില്ല. ബിസ്ക്കറ്റ് നോ ഐഡിയ. റസ്മിൻ, ബിസ്ക്കറ്റ് എന്താ? ബിസ്ക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഷെഫ് 3 ദിവസം കൊണ്ട് ഒരു പുകയൊക്കെ വരുന്ന സാധനത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ച് കുക്ക് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ്. എന്തേലും ബീഫാണത്. ബീഫ്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ? വേറെ ബിസ്ക്കറ്റാ? 16 മണിക്കൂർ എങ്ങോട്ട് കുക്ക് ചെയ്യണം. 16 മണിക്കൂർ കുക്ക് ചെയ്ത ബീഫ്. അതെനിക്കറിയാം. തലേ ദിവസം എടുത്ത് വെച്ച ബിരിയാണി ബീഫില്ലേ, 10-12 മണിക്കൂർ ഇരിക്കുമല്ലോ. ബാക്കി പിന്നെ പിറ്റേ ദിവസം കൂട്ടിയാൽ മതി. അമ്പാനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അമ്പാനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞുതരും. അമ്പാനെ കുറച്ച് ഷെഫ് വരാനായോ? ബിസ്ക്കറ്റ് റെഡിയാണ്. വെയിറ്റിംഗ് ഫോർ ക്യാമറാമാൻ. ക്യാമറമാനെ വെയിറ്റ് ചെയ്യാം. യെസ്. ഓക്കെ. എല്ലാം അവരും കഴിച്ചോ? എൻജോയ് ചെയ്ത് കഴിച്ചോ? പോലെ നല്ല കഴിച്ചോ? ബിസ്ക്കറ്റ് റെഡി അല്ലേ? Biscuit is getting ready. Okay. Just few more minutes. ഇത് കുമ്പൂച്ച. പോവാ, ബിസ്ക്കറ്റ് അടിക്കാൻ പോവാ. ഓക്കെ. ദിസ് ഇസ് കുമ്പൂച്ച. ഇത് ഒറിജിനൽ അല്ല. ഇത് മറ്റേ ഒറിജിനൽ എന്ന് പറഞ്ഞ ഫ്ലേവർ. ഒറിജിനൽ അല്ല കുമ്പൂച്ച എന്ന് പറഞ്ഞത്. ഒറിജിനൽ കുമ്പൂച്ച അല്ല എന്നല്ല, ഒറിജിനലിന്റെ ഫ്ലേവർ അല്ല ഇത്. ജിഞ്ചർ വേറെന്താ സാധനം. അങ്ങനെ ഞങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പടികൾ കയറി മുകളിലേക്ക് പോവാണ്. വേറെ സോഡുണ്ടല്ലോ അവിടെ. ബിസ്ക്കറ്റിലാണ് മെയിൻ കളിയിരിക്കുന്നത്. അതിലൊരു പിടുത്തം പിടിക്കണം. മെയിനായിട്ട് വന്നത് ബിസ്ക്കറ്റ് അടിക്കാനാണ്. കമോൺ അമ്മാൻ. അവിടെ ബിസ്ക്കറ്റ് എടുക്കൂ. വാ കുട്ടി, കമോൺ. എല്ലാവരും വാ. ജിത്തു ഭായ്, ബൂംബാങ്ങിന്റെ സാധനം. അത് ഇവിടെ പറഞ്ഞാൽ മതി. ഇവളാണ് റസ്മിനോട് പറഞ്ഞാൽ മതി. റസ്മിനാണ് പൊട്ടിത്തെറിയുന്ന ആള്. അത് ശ്രദ്ധിക്കണുണ്ടോ? ഓക്കെ, തുറക്കണം. ഈ ഒരു സാധനം നേരിട്ട് കാണുന്നത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. ഞാൻ ആ ബൂംബാങ്ങിന്റെ വീഡിയോയിൽ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ നമ്മളെ മലപ്പുറത്ത് ഈ സാധനം എത്തി ഗൈസ്. ഏതാ? ഈ എടുത്തോ, ഒരു കുഴപ്പമില്ല. വോയിസ് ഓവർലാപ്പ് ആയാലും വലിയ സീനൊന്നുമില്ല. എന്തായാലും നാട്ടിലൊന്നും ശ്രദ്ധിക്കാൻ പോണില്ല. ഉള്ള കാര്യം പറയാം. അല്ലെങ്കിൽ പിന്നെ ഈ വ്ളോഗ് അറിയാം. ആരെങ്കിലും ഒക്കെ ചീത്തി പറഞ്ഞ് പഴിച്ച 10 ആള് കാണും. നല്ലതായിട്ട് ആരും കാണില്ല. അതിനോ അത് പോയോ? അടിയില്ല. റീടേക്ക്. ഇതിലൊരു റീടേക്ക്. അപ്പൊ കൊച്ചിന്ന് തിരൂര് കോട്ടയ്ക്കൽ വരെ വന്നത് ഈ ഒരു ബിസ്ക്കറ്റ്. തിരൂരില്ല, കോട്ടയ്ക്കൽ.
കോട്ടക്കൽ ആ. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ലട്ടോ. ആ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറെ നേരമായി വെയിറ്റ് ചെയ്യാൻ. അത് ഇനിയിപ്പോ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഗൈസ്. എവിടെ ഷെഫ്? ഞങ്ങൾ റെഡിയാണ് കേട്ടോ. ഞങ്ങൾ റെഡിയാണ്. ഈ സാധനം തുറന്ന് തിന്നിട്ട് വേണം ആ. മനസ്സിനൊരു സമാധാനം വരാൻ. അല്ല കുറെ ഇതിന്റെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കുറെ ടേസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ട് വായിൽ വെള്ളം മുട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കറക്റ്റ്. എനിക്ക് ഈ മിഷൻ കണ്ടപ്പോൾ തന്നെ സമാധാനം. ഇതിന് എത്ര വെയിറ്റ് പറഞ്ഞാൽ 1 ടണ്ണോ? ബിലോ 1000. ആ 1 ടൺ എന്ന് പറയാം, തള്ളി വിടാം, കുഴപ്പമൊന്നുമില്ല. ഒരു 1.5 ടണ്ണ് വരും ഈ സാധനത്തിന് മൊത്തം. ഇതിന്റെ വെയിറ്റ് അല്ലേ? അതെ. ചൂടില്ല. ഞാൻ നേരത്തെ തൊട്ട് ചൂടാണ് ചോദിച്ചു. ഇല്ല, ഇവിടെ ചൂടില്ല. ഇവിടെ ചൂടില്ല. ചൂടില്ലല്ലോ. ആ, ഇങ്ങനെ ചുമ്മാ ആ ഒരു ചൂടുണ്ട്. ഇല്ല, ഇവിടുത്തെ അത്ര ചൂടില്ല. ഇവിടെ ചൂട് കുറവാണ്. ഇങ്ങനെ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ട് സാധനത്തിന്. പുകയൊക്കെ ഉണ്ട്. എവിടെ ഷെഫ് റെഡി അല്ലേ? യാ ഓക്കെ, സാധനം തുടങ്ങാം. ഓക്കെ. യോ സോറി. മണിക്കൂറുകൾ കൊണ്ട് പ്രിപ്പയർ ചെയ്ത 16 hours 16 മണിക്കൂർ. 16 മണിക്കൂറിന്റെ അകത്ത് വെച്ച് കഴിച്ചാണ് കുറേ എത്രണ്ടോ? ഇതിന് സ്മെല്ലുണ്ട് കേട്ടോ. സ്മെല് കിട്ടിയോ? സ്മെല് കിട്ടിയിരിക്കുന്നു. ഇതിന്റെ ജ്യൂസ് തരാറുണ്ട്. പ്രസ് ചെയ്യണ്ടേ? പ്രസ് ചെയ്യണേ? ആ പ്രസ് ചെയ്യും. ഓക്കെ അല്ലേ? ഞാൻ വീഡിയോയില് കണ്ടിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പ്രശ്നമുണ്ടാ. ഇങ്ങനെ തിന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സീനായിരിക്കും. ആ ഭാഗം കിട്ടും നെയ്യിൻ്റെ. ഇങ്ങനെയാണ് ചോദിച്ച് പറഞ്ഞു പഠിച്ചിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരാളോട് ചോദിച്ച് പറഞ്ഞു പഠിച്ചില്ല. ടെസ്റ്റർ എടുത്താ ഒന്ന് ടേസ്റ്റ് നോക്കാം. തന്നെ എടുക്കാം, വലിയ പീസ് എടുക്കാം, ചെറിയ പീസ് ആക്കണ്ട. ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ എടുത്തത് ഒരു ഫാറ്റിൻ്റെ പീസായിരുന്നു. കറക്റ്റ് ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടും. 2 പീസ് കൂടി കിട്ടും ടെസ്റ്റ് ചെയ്യാൻ. 2 പീസ് കൂടി ടെസ്റ്റ് ചെയ്യാൻ കിട്ടും. ഞാൻ മാത്രമല്ല നമ്മുടെ സായി ചേട്ടനും കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ കുട്ടി എന്തൊക്കെയാ തള്ളിയേ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാനും അത് ടേസ്റ്റ് ചെയ്യാനും. അപ്പൊ നിങ്ങളും കൂടി ഇതാണ് ബ്ലോഗിന്റെ തുടക്കം അല്ലേ? അതിപ്പോ തിന്നു കണ്ടല്ലോ ഷൂട്ട് ചെയ്തേ. റസ്മിൻ ഭായിന്റെ ബ്ലോഗ് ഫുൾ ആയിപ്പോണം. ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ട് എല്ലാം പൊളിച്ചു. പൊന്നു സായി ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. നോ, ഒരാളെയും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓളൊക്കെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അത് 16 മണിക്കൂർ ഉണ്ടാക്കി വെച്ച ബീഫ് ബ്രിസ്ക്കറ്റ് മുറിച്ച് അവിടുന്ന് കുറച്ച് കഴിച്ചു. ബാക്കി ഇവിടെ ഇരുന്ന് തിന്നണം. ഇത് ക്ലീനാക്കാൻ പറഞ്ഞാൽ അമ്പാനൊരു വർമ്മനും കൂടിയാണ്. ഭയങ്കര വർക്കാണ്. ക്ലീനാക്കാൻ പറഞ്ഞ ഈ സാധനം ഉള്ളെടുത്തിട്ട് പോകും. അതുകൊണ്ട് ഇത് തരൂല. ഈ ബ്രോന്റെ പേര് ജുബിൻ. വീട് തിരൂര്. സിയാൻ.
ഇവരാണിന്ന് ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഫോട്ടോ എടുക്കാൻ നിൽക്കല്ലേ? ഷെഫിനെ വിളിയോ? വീഡിയോയുടെ ലിങ്കും കൂടി ഇതിന്റെ താഴെ കൊടുത്തേക്കാം ഗൈസ്. ഓ. വീഡിയോയുടെ ലിങ്കും കൂടി ഈ ചാനലിന്റെ താഴെ ഉണ്ടാവും. അതും കൂടി എല്ലാവരും കയറി കാണാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഇന്റെ 800 കമന്റ് വരുന്നതിൽ ഒരു 600 തെറി കമന്റ് റസ്മിനും കൂടി കൊടുത്തു. അവൻ ഈക്വൽ ആവട്ടെ. ഇനി 200 നല്ലത് വരുന്ന അവിടെ തന്നെ നടന്നോട്ടെ. 600 ചീത്ത റസ്മിനും കൂടി വിളിച്ചു. സായിനും കൂടി ആൾക്കാരുള്ള എന്നെ തെറി പറയാം. കേരളത്തിലെ ബിഗ് ബോസ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നടക്കുന്ന ആർക്കാ? എനിക്ക്. മീ ഞാനാണത്. ഞാൻ മാത്രമാണ്. ഐ പ്രൗഡ്ലി സേ ദാറ്റ്. ഞാൻ മാത്രമാണത്. ഷെഫ് അല്ല, ഞാൻ ബ്ലോഗ് എടുക്കാൻ വേണ്ടിട്ടോ. പാവങ്ങൾ പിക്ക് എടുക്കാൻ വേണ്ടി നിരന്നൊക്കെ ഉണ്ട്. ബ്രിസ്ക്കറ്റ്. നമ്മൾ ബ്രിസ്ക്കറ്റിന്റെ ഉള്ളിലേക്ക് ക്യാമറയും കൊണ്ട് ഇങ്ങനെ ചെല്ലണം. കേട്ടോ? ഏത് എന്താ പറഞ്ഞ? കുറെ ടൈം വെച്ചത് കാരണമുണ്ട് പുല്ല് മുളച്ചിട്ടുണ്ട്. ബ്രിസ്ക്കറ്റിനകത്ത് പുല്ല് മുളച്ചല്ലേ? ജിത്തുബായിന്റെ നല്ലൊരു സൂപ്പർ കോമഡി വെക്കണമെന്നല്ലോ താക്ക്. കുറെ നേരം വെച്ചോണ്ടാ പുല്ല് മുളച്ചത്. സമാധാനമായല്ലോ? പറയിപ്പിക്കേണ്ടിയില്ലല്ലോ. ഞാനിതുകൊണ്ട് പുള്ളിക്ക് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ വീഡിയോയിലൊക്കെ തഗ്ഗടിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ച് തഗ്ഗിന്റെ ആളാണ്. ഇതിന്റെ പേരായിരുന്നു തഗ്. കുറെ നേരം എടുത്ത് വെച്ചാൽ പുല്ല് മുളച്ചത്. ഈ സലാഡ് ആക്ച്വലി ഞാൻ 4 ഫ്ലേവർ കോമ്പിനേഷൻ എടുത്തത്. ഷുഗർ ഉണ്ട്, സോൾട്ട് ഉണ്ട്, സവർ ഉണ്ട്, സ്പൈസി. ഇതിനകത്തോ? ആ 4 കോമ്പിനേഷൻ ഇത് വെച്ചു. കോമ്പിനേഷൻ മധുരണ്ട്. സവർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ സോൾട്ട് ആയിരിക്കും. ഞാൻ 4 കോമ്പിനേഷൻ. മധുരണ്ട്, സോൾട്ട്, പുളിയുണ്ട്. മധുരണ്ട്, പുളിയുണ്ട്. സ്വീറ്റ് അല്ലേ? എരിവുണ്ടോ? കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യും. അടുത്തത് എടുത്ത് വെക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഫൈസലിന്റെ കടയിൽ അച്ചാർ തിന്ന് നാളത്തെ എരിവ് അടിച്ചു പോയി. എരിവിന്റെ സാധനപ്പില്ല പോയി. ഇത് കഴിക്കേണ്ട രീതി ഇപ്പൊ ഷെഫ് കാണിച്ചിരുന്നതാണ്. ഓക്കെ, അത് ഈസിയാണ്, കോംപ്ലിക്കേഷൻ അല്ല. ആ ഒരു ബ്രിസ്ക്കറ്റിന്റെ പീസ് ഇങ്ങനെ എടുക്കുക, വെട്ടുന്നു. ഇതിന് കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, സോഫ്റ്റാണ്. ഈ ബ്രിസ്ക്കറ്റ് അല്ല ഏറ്റവും ഹാർഡ് പോർഷൻ പാർട്ടാണ്. ലോങ് അവേഴ്സ് കുക്ക് ചെയ്തിട്ട് സോഫ്റ്റ് ആവുന്നതാണ്. ആ ഇതിൽ തീയും കൂടി കത്തിക്കേണ്ടിരുന്നു. പൊടി സാധനം ഒന്നും പറയണ്ട. വെള്ളം ഒന്നോട്ടെ. മാഷ് പൊട്ടറ്റോ, ഇത് മുളക് അടിപൊളി അടിപൊളി. Excuse me. സംബാൽ Amban return back, okay? കുംബുജ. Kombucha. Self-fermentation drink. Must try. Satyam. ഏതാ മറ്റേ ഇതാണോ? Passion fruit and original. ഒറിജിനൽ ഏതാ?
This is original. അതാണ് ഒറിജിനൽ. അതെ. ഇതാണ് ഒറിജിനൽ, ഇതാണോ? ഇത് രണ്ടും ഒറിജിനൽ. വൈറ്റും ഉണ്ട്. ഓക്കെ വേറെ കോമ്പിനേഷൻ. ഓക്കെ. ഇത് ഒറിജിനൽ. ഒറിജിനൽ കുടിക്കി. ഒറിജിനൽ കുടിച്ചിട്ട് നിങ്ങൾ പറയും കുമ്പൂച്ച ഞാൻ കുടിക്കി. ഒറിജിനൽ കുടിക്കി. കഴിഞ്ഞു കള്ളുടിച്ച് കഴിഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ആ സാധനം പോയി കിട്ടി. കഴിഞ്ഞു. അങ്ങനെ ജിത്തുബായി കള്ളുടിയനായി മാറിയിരിക്കുകയാണ്. കുമ്പൂച്ച കുടിച്ച് പോയി. ക്ലബിലേക്ക് സ്വാഗതം. അതെ. ആർക്ക് സ്വാഗതം? ഞാൻ കുടിച്ചില്ല. കഴിച്ചിട്ട് മക്കളെ രക്ഷില്ല. ഞാൻ ശബ്ദം ഇപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പോണില്ല. ഈ ഒരു കോമ്പിനേഷൻ ചെയ്ത് നോക്കി. ഇതേതാ ഇതിൽ ബ്രെഡ് ഉണ്ട്. സവഡോ ബ്രെഡ് കൂടി ഉണ്ട്. ബ്രെഡിൻ്റെ എന്താ? സവഡോ. ഗാർലിക് ബ്രെഡ് അല്ല. അല്ലല്ല, ഇത് സവഡോ ബ്രെഡ് ആണ്. ഇത് നമ്മൾ ആക്ച്വലി ഇതിനകത്ത് ഈസ്റ്റ് ഇല്ല. ഇത് നമ്മൾ ആക്ച്വലി ബ്രെഡ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു മദർ ഉണ്ടാക്കണം. ഒരു 15 days ആവും മദർ ഉണ്ടാക്കാൻ. പിന്നെ അതിന് ലെവ്വിൻ ചെയ്യും. ലെവ്വിൻ നമ്മൾ ഓരോ ദിവസം മുഴുവൻ ഫീഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഡോ ഉണ്ടാക്കി ഒരു ഓൾ ഡേ നമ്മളിത് ഫോൾഡ് ചെയ്ത് പിന്നെ അതിനെ ഒരു ഓൾ നൈറ്റ് ചില്ലറിൽ വെച്ച് നെക്സ്റ്റ് ഡേ പ്രൂവ് ചെയ്ത് ബേക്ക് ചെയ്യും. ഈ സാധനം വരുന്നത് അതെ. എനിക്കെന്താണ്ടല്ലോ ഇങ്ങനെ ഈ ഷേപ്പിൽ കാണുന്ന എല്ലാ സാധനവും ബ്രെഡ് അല്ല. അല്ല, നിങ്ങൾ ഈ ബ്രെഡ് മാത്രം കഴിച്ചു നോക്കാം. അതിൻ്റെ ഫീലാണ് കിട്ടും. അല്ല, എനിക്ക് ക്രസ്റ്റ് വേണം. ഓക്കെ, ബ്രെഡ് മാത്രം കഴിച്ചു നോക്കി. കാരണം ഞാൻ ഈ ബ്രെഡൊക്കെ ഒരെണ്ണം മുഴുവൻ കഴിക്കും. ജസ്റ്റ് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടം. ഈ പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ നല്ലതാണ്. ഇതിന് പ്രോബയോട്ടിക് പാക്കേജ്. ഈ സാധനം സെയിം ഇതിൻ്റെ സെയിം മെത്തേഡാണ്. ഈ സാധനം മതി. ഈ സാധനം സുഖമായിട്ട് ഇതും ഒരു കാപ്പിയും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് പോകും. സാധാരണ ബ്രെഡല്ലേ? സാധാരണ ബ്രെഡല്ല. ഫോർ എക്സാമ്പിൾ ഇത് ഞങ്ങൾക്ക് 500 ഗ്രാമിൻ്റെ ഈ ബ്രെഡിന് നമ്മൾ 290 rupees ചാർജ് ചെയ്യും. അപ്പം ഇതിന് കോസ്റ്റല്ല കൂടുതൽ. ഇതിന് സ്കിൽ വർക്കാണ്. ഒരുപാട് ദിവസം എടുക്കും. വളരെ പേഷ്യൻ്റ് ആയിട്ട് ചെയ്യണം. നല്ല പേഷ്യൻസ് വേണം, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. സമയം കിട്ടുക. കൊള്ളാം. വേറെ രക്ഷയില്ലാത്തതാണ്. ഇനി ഞങ്ങൾ കഴിച്ചു പോകട്ടെ. ഓക്കെ ഗൈസ്, താങ്ക് യു ഷെഫ്. താങ്ക്സ് എ ലോട്ട്. ഇനിയിപ്പോൾ ഷെഫ് പറഞ്ഞെന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോണത്. കൈയിട്ട് വാരി തിന്നലായിരിക്കും. സോ ഞങ്ങളോട് ക്ഷമിക്കണം അല്ലേ? ഞങ്ങളോട് ക്ഷമിക്കണം. ഒറിജിനൽ കുംബൂച്ച ബിയറിന്റെ ടേസ്റ്റ് ആയിരിക്കും. ജാപ്പനീസ് ഫെർമെന്റഡ് ഡ്രിങ്കാണ്. 15 days പ്രോസസ്സാണ്. താങ്ക് യു ഷെഫ്. താങ്ക് യു. അടിപൊളി ഫുഡ്. വീണ്ടും വരും. യാ, മസ്റ്റായിട്ട് വരണം. ഡൺ. താങ്ക് യു നിഹാൽ. വീണ്ടും നിഹാൽ. താങ്ക് യു. അത് 2 നിഹാൽ. റസ്മിൻ ഭായ്. ഓക്കെ ഷെഫ്. ഇത് വേറെ ഷെഫ്. സെൻട്രൽ കിച്ചൺ ഷെഫ് അല്ലേ ഇവിടുത്തെ? അല്ലേ? പേര് രതീഷ്. രതീഷ്. ഓക്കെ ബ്രോ. ഇത് ക്യാമറ എടുക്കുന്ന ഇതുമായി സെറ്റ്. ഇനി ബാക്കിയുള്ളവരൊന്നും കാണിച്ചിട്ട് പോവാം. ഞങ്ങളിവിടെ ഫുഡ് അടിക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ റാഫ് ടോക്സിനെ കണ്ടത്. ഹായ്. എന്തായാലും വ്ളോഗ് എടുത്ത് പോകണം. പിന്നെ നിങ്ങളെ കാണിക്കണം. സെറ്റല്ലേ? അപ്പോൾ ഓക്കെ, ബൈ. അമ്പാൻ. യെസ്, വീണ്ടും വരും. ഓക്കെ, കാണാം. ഓക്കെ. നമ്മളിനി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊളിക്കും. ഞങ്ങൾ ബോയ്സ് ട്രിപ്പാ പോണേ. ഞങ്ങൾ വിളിക്കാൻ മൂടില്ല. ഓക്കെ ബൈ. ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. ഓക്കെ ബൈ, ടാറ്റ. ഓക്കെ ബൈ, ഞങ്ങളും പോകുന്നു. ടാറ്റ. അങ്ങനെ നമ്മൾ കോട്ടക്കലിൽ നിന്ന് ബീഫ് ബ്രിസ്ക്കറ്റൊക്കെ കഴിച്ച് നൈസായിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. ഷെഫിനെ നന്ദിയോടുകൂടി വിനോദിനെ നമ്മൾ ഇനി വിടാൻ പോകുന്നില്ല. ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ കണ്ടുകൊണ്ടേ ഇരിക്കാൻ പോകുന്നുള്ളൂ. അത് ആൻഡ് ഒരു വലിയ താങ്ക്സ് നമ്മളെ നിഹാലിന്. ബിക്കോസ് നിഹാൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ സംഗതി ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ് നമുക്കറിയാൻ പറ്റിയതും അവിടെ പോകാൻ പറ്റിയതും.
സോ അതിന് ബിഗ് താങ്ക്സ്. ശരിക്കും ഇത്രയും വലിയൊരു സംഭവം നമ്മളവിടെ ഉണ്ടായിട്ട് നമ്മൾ അറിയാതെ മുന്നേ അവിടെ പോയിട്ടുണ്ട്. അതാ രസം. മുന്നേ ഞങ്ങൾ അവിടെ പോയിട്ട് അവിടുന്ന് നമ്മളെ മറ്റേ ക്രീം ബന്ന് പാലിൽ മുക്കിയ സാധനം അതിന്റെ പേരൊക്കെ വേറെ കേട്ടോ. ഞങ്ങൾ ക്രീം ബന്ന് പാല് മുക്കി എന്നാണ് ഇതിന് പറയാറ്. നമുക്ക് അതിനുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. നേരത്തെ വിളിച്ചപ്പോൾ ചോദിച്ചു ക്രീം ബന്ന് ഒന്ന് മുക്കി കഴിച്ചാൽ അപ്പൊ സംഗതി നമ്മുടെ നാട്ടിൽ തന്നെ നല്ല കിടിലൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. അതും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൽ കുറെ വെറൈറ്റീസ്, കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഷെഫിന്റേതായിട്ടുള്ള കുറെ സാധനങ്ങൾ കിട്ടും. പിന്നെ ബീഫ് ബിസ്ക്കറ്റ് ആദ്യമേ വിളിച്ച് പറയണം. പിന്നെ അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അതൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ്. അതിങ്ങനെ എപ്പോഴും അവിടെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമല്ല. നമ്മൾ പ്രീ ഓർഡർ ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ക്വാണ്ടിറ്റി എത്ര പേർക്കാന്നൊക്കെ ചോദിച്ചാലും അവരത് 16 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത് സ്മോക്ക് ചെയ്തെടുക്കേണ്ട സാധനം. ഭയങ്കര അവിടെയുള്ള ഓരോ സാധനത്തിനും ഷെഫ് വിനോദിന്റെ കൃത്യമായ എഫേർട്ട് നമുക്ക് നാവിലിങ്ങനെ അറിയാൻ പറ്റും. കാരണം അവിടെ ഓരോ സാധനത്തിലും അവിടുത്തെ അതായത് ആ ബീഫിന്റെ ഏറ്റവും ഹാർഡായിട്ടുള്ള പോർഷനാണ് ബ്രിസ്ക്കറ്റ് എന്ന് പറയുന്നതാണ് അങ്ങേര് പറഞ്ഞത്. അത് 16 മണിക്കൂറും ഈ പറഞ്ഞ സോൾട്ടും പെപ്പറും മാത്രം ഇട്ട് സ്മോക്ക് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഇത്രയും സോഫ്റ്റ് ആയിട്ട്. അത് മാത്രമല്ല കൂട്ടി കഴിയുമ്പോൾ മാഷ് പൊട്ടറ്റോ പ്ലസ് അതിന്റെ ഒരു സോസ്, പിന്നെ പിക്കിള്, പിന്നെ ബ്രെഡ് എടുത്ത് പറയണം. ബ്രെഡ് ചുമ്മാ കഴിക്കാൻ ബ്രെഡ്, അങ്ങനത്തെ ബ്രെഡ്, ഗാർലിക് ബ്രെഡ് അല്ല വേറെന്തോ പേര് അങ്ങേര് പറഞ്ഞ. അതും കുറെ മണിക്കൂറുകൾ എടുത്ത് പ്രോബയോട്ടിക് ബാക്ടീരിയാസ് ഒക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ തന്നെ. അതിന്റെ ടേംസ് ഒക്കെ തെറ്റിപ്പോകും ചിലപ്പോൾ, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസിനോട് എന്താ പറയാ, ബൂം ബാങ്കിന്റെ വീഡിയോ കാണുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ടേംസ്. ഞാൻ സത്യം പറയുന്നത് സന്തോഷിക്കാൻ കാരണം എന്താ പറയുക, ബീഫ് ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞ സാധനം ബൂം ബാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് കണ്ടു. ആ മിഷനും കണ്ടു. ഇവിടെ വന്ന് നമുക്ക് ആ മിഷനും കാണാൻ പറ്റി, ഈ സാധനം കഴിക്കാനും പറ്റി. അപ്പൊ ഇനിയും കുറെ ഡിഷസ് അല്ലേ. അതെ. പിന്നെ പ്രത്യേകം നമ്മൾ ഇയാളെടുത്ത് പറയണം, അമ്പാൻ എടുത്ത് പറയാനില്ല. അമ്പാനാണ് മെയിൻ. കോഫി ക്രീമിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അമ്പാനാണ്. അമ്പാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അമ്പാൻ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നമുക്ക് വേറെ ഒരു ഹോട്ടലിലും ഒരു കഫേയിലും കാണാൻ പറ്റും. അതായത് അങ്ങനെ ഒരു സ്റ്റാഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും അവിടുന്ന് എന്ത് ചെയ്യും, കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അമ്പാൻ അടിപൊളിയാണ്. ടോട്ടൽ ഇന്നത്തെ ഡേ ഫുഡ്, രാവിലെ ഫുഡ് കഴിക്കാതെ ഇരുന്നതിൽ ഖേദമില്ലല്ലോ ഒരിക്കലും. മുതലായില്ലേ. ഒന്നാമത് എന്താ വെച്ചാൽ കുക്കിംഗ്, ഞാൻ ഭയങ്കരമായിട്ട് കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് ഷെഫിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ഭയങ്കര കുക്കിങ്ങിൽ തന്നെ ഒരു സയന്റിഫിക് ആസ്പെക്ട് ഉണ്ട്. കുക്കിങ്ങിന്റെ ഒരു സയന്റിഫിക് സൈഡ്, അത് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാള്, അത് ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആള്. അങ്ങനെയുള്ള ആൾക്കാരെ ഫുഡ് എന്താ പറയാ, എപ്പോഴും നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിരിക്കും. മാത്രമല്ല ഷെഫ് കഴിക്കുന്നത് കാണാനും നമ്മളെ കഴിപ്പിക്കുന്നതും അടിപൊളിയാണ്, ഭയങ്കര അടിപൊളിയാണ്. അപ്പോ ആസ് എ ഹോൾ നമുക്ക് നമ്മളെ കോട്ടയ്ക്കല് മലപ്പുറത്ത് ഇങ്ങനൊരു സെറ്റപ്പ് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, നമ്മളെ എറണാകുളത്ത് നിന്ന് നമ്മളെ റസ്മിൻ ഭായി ഇവിടെ വന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ, റസ്മിന്റെ ഫ്രണ്ട്സും ഒക്കെ അവിടുന്ന് ഇതുവരെ വന്നിട്ട് ബീഫ് ബ്രിസ്ക്കറ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സാധനത്തിന്റെ വേറെ സാധനമാണ്. ഓക്കെ, അതിന് വേറെ ക്വാളിറ്റിയാണ്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കോഫി ക്രീമിൽ വിളിച്ച് ചോദിക്കുക. ഓക്കെ, അതിന്റെ നമ്പർ നെറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഷെഫ് വിനോദിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടാലും മതി നിങ്ങൾ. അപ്പോൾ എന്താണെങ്കിലും ഷെഫ് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ മസ്റ്റ് ആയിട്ട് നോക്കും. പിന്നെ ആ പ്രോട്ടീൻ ഷേക്കല്ലേ ഇതിൻ്റെ പൊന്നെ, ആ വേറെ ലെവൽ സാധനം. സ്ട്രോബെറി, ക്രാൻബെറീസ്, ബനാന, ഒന്നുമില്ലെങ്കിൽ നല്ല അടിപൊളി കോഫി ഉണ്ട് അവിടെ. കോഫി അമ്പാൻ സ്പെഷ്യൽ കോഫി, വേറെ ലെവൽ സാധനം. അത് ഭീകര സാധനമാണ്. മൊത്തത്തില് ഇന്നത്തെ ദിവസം തിന്നിട്ട് അങ്ങോട്ട് സൈഡാണ്. ഷെഫിനോടാണ് നന്ദി പറയണത് അല്ലേ, ഷെഫിനോടും ഹോൾ ടീമിനോടും നമ്മൾ ഇൻവൈറ്റ് ചെയ്തവരോടൊക്കെ ഒരു ദിവസം ഭയങ്കര അടിപൊളിയാക്കി. നന്ദി, നമസ്കാരം, താങ്ക് യു.